തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ നിഷേധം. അപകടത്തിൽ പരിക്കേറ്റെത്തിയ അമ്മയ്ക്കും കുഞ്ഞിനും ചികിത്സ നിഷേധിച്ചു. അരമണിക്കൂറോളം കാത്തിരുന്നിട്ടും ഡോക്ടർ ഫോണിൽ സംസാരിച്ചിരിക്കുന്നതല്ലാതെ ചികിത്സ നൽകിയില്ലെന്നാണ് ആരോപണം. ഒടുവിൽ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഇരുവരും ചികിത്സ തേടിയത്. ഡോക്ടർ രോഗികളെ പരിശോധിക്കാതെ ഫോണിൽ സംസാരിച്ചിരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് സംഭവം. തിരൂരങ്ങാടി AR നഗർ സ്വദേശികളായ അമ്മയ്ക്കും മകൾക്കുമാണ് ചികിത്സ നിഷേധിച്ചതായി പരാതിയുള്ളത്. AR നഗർ ചണ്ടപ്പുറായ സ്വദേശി പട്ടേരി വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ ഉഷ, മകൾ നിധാന എന്നിവർക്കാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടത്. 28-ന് രാത്രി 10:48 ആശുപത്രിയിലെത്തിയ അമ്മയ്ക്കും കുഞ്ഞിനും രാത്രി 11:17 വരെ ഒരു ചികിത്സയും നൽകിയില്ലെന്നും അരമണിക്കൂറോളം കാത്തിരുന്ന ശേഷം 11:30 തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഇരുവരും ചികിത്സ തേടിയതെന്നും പറയുന്നു. ഇരുവരും ആശുപത്രിയിലെത്തുന്നതിന്റെയും ഡോക്ടറെ കാത്തിരിക്കുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചോരയൊലിക്കുന്ന കാലുമായി അരമണിക്കൂറോളം കാത്തിരുന്നപ്പോഴും ഡോക്ടർ മൊബൈൽ ഫോണിൽ സംസാരിക്കുക മാത്രമായിരുന്നു. ഇതിനിടയിൽ ഡോക്ടറുടെ മൊബൈൽ ഫോണിൽ വരുന്ന എല്ലാ കോളുകൾക്കും ഡോക്ടർ മറുപടി നൽകുന്നുണ്ടെങ്കിലും രോഗികളെ മാത്രം പരിഗണിച്ചില്ല. അത്യാഹിത വിഭാഗത്തിൽ വേദന സഹിച്ച് അരമണിക്കൂർ കാത്തിരുന്ന ശേഷം ഉഷയുടെ ഭർത്താവ് ഡോക്ടറോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാണ് ആശുപത്രിയിൽ നിന്നിറങ്ങിയത്. ഒരു മനുഷ്യത്വവുമില്ലാത്ത പെരുമാറ്റമാണ് ഡോക്ടറിൽ നിന്നുണ്ടായതെന്ന് ഉഷ പറയുന്നു. കൂമണ്ണ കോട്ടയ്ക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ക്ലാസിക്കൽ ഡാൻസ് സംഘം സഞ്ചരിച്ച ഓട്ടോ മറിഞ്ഞാണ് ഉഷയ്ക്കും മകൾ നിധാനയ്ക്കും പരുക്കേറ്റത്. ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞ് ഉഷയുടെ കാൽ ഓട്ടോറിക്ഷയുടെ അടിയിൽ കുടുങ്ങിയിരുന്നു. ഓട്ടോറിക്ഷ പൊക്കി മാറ്റിയ ശേഷമാണ് ഉഷയെ രക്ഷപ്പെടുത്തിയത്. തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ വിവരാവകാശം വഴിയാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. സംഭവത്തിൽ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ നിഷേധത്തിനെതിരെ നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 2-ന് മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി അബൂബക്കർ മുസ്ലിയാർ ചികിത്സ ലഭിക്കാതെ മരിച്ചിരുന്നു. ജനുവരി 8-ന് ആലുങ്ങൽ സ്വദേശിയായ 1 വയസ്സുള്ള ഷെഫിന് കൈ വാതിലിനടിയിൽ കുടുങ്ങി മുറിഞ്ഞെത്തിയിട്ടും ചികിത്സ നിഷേധിച്ചു. ഫെബ്രുവരി 13-ന് നന്നമ്പ്ര CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപാലന്റെ സഹോദരൻ വാസുവും ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടതാണ്. കേരള വിഷൻ, തിരൂരങ്ങാടി.